വയനാട് മാനന്തവാടി നഗരസഭയിലെ കൊയിലേരി പുതിയിടം അടിയ ഉന്നതിക്കാർ ഒരു റോഡിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സ്വകാര്യ വ്യക്തികൾ റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും നടപടികൾ എങ്ങും എത്തുന്നില്ല എന്നാണ് ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച 2 കലുങ്കുകൾ ഇവിടെ നോക്കുകുത്തിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. റോഡ് നിർമ്മിക്കാൻ സർക്കാരിന്റെയും നഗരസഭയുടെയും ഇടപെടൽ തേടുകയാണ് ഇവിടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾ. വല്ലാത്ത കഷ്ടമാണ് പുതിയിടം അടിയ ഉന്നതിയിലെ മനുഷ്യർക്ക്. യാത്ര എന്നത് ദുഷ്കരം. ഈ ചതുപ്പുകൾ താണ്ടി വേണം ഉന്നതിയിലെത്താൻ. ഒരസുഖം വന്നാൽ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചുമക്കണം. പുതിയിടം അടിയ ഉന്നതിയിലേക്കുള്ള വഴിയാണിത്. ഇവിടെ റോഡ് നിർമ്മിക്കാനായി സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. എന്നിട്ടും റോഡുണ്ടാകുന്നില്ല. 2 കലുങ്കു മാത്രം സ്മാരകമായി നിലനിൽക്കുന്നു. ഈ കലുങ്ക് നിർമ്മിച്ച വർഷം 6 നാട്ടുകാർ. പ്രദേശത്തെ ഭൂവുടമയായ പുതിയിടം ജ്യോതിപ്രസാദും സഹോദരൻ രമേഷ് ബാബുവും റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചതാണ്. എന്നിട്ടും റോഡ് മാത്രം ഉണ്ടാകുന്നില്ല. സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്വന്തം സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും കിട്ടിയിട്ടില്ല. നഗരസഭ 16 ഡിവിഷനിലാണ് പുതിയിടം ഉന്നതി. അടിവിഭാഗത്തിലുള്ള കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. 10 വർഷമായി ഇവർ റോഡ് എന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ നൽകുന്നു. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് വന്നാൽ ഇവരുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് പരിഹരിക്കപ്പെടും. ഞങ്ങൾക്ക് ഇവിടെ ഒരു റോഡും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ മേലെ നിന്ന് താഴോട്ട് ഇറക്കണം. അതേപോലെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ സ്കൂളിലേക്ക് വിടാനും. മഴക്കാലത്ത് ഈ ചെളിയിലാണ് പിള്ളേർ പോകുന്നത്. റോഡ് നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ പ്രാഥമിക തുകയായി വച്ചിട്ടുണ്ടെന്നും ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ വിപിൻ വേണുഗോപാൽ 24നോട് പറഞ്ഞു. സ്ഥലം ആധാരം ചെയ്യാനുള്ള നടപടി വൈകിയതാണ് റോഡ് നിർമ്മാണത്തെ ബാധിച്ചത്. ഈ വരുന്ന 10-ന് ടെൻഡർ നടപടി ഉണ്ടാകുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. ഇവർ നൽകിയ നിവേദനങ്ങൾ അനവധി. എന്നിട്ടും നടപടി എങ്ങുമെത്തുന്നില്ല. അതിൻ്റെ നിരാശയുണ്ട് ഈ ഉന്നതിയിൽ ഉള്ളവർക്ക്. വേണ്ടത് പാതയാണ്. അതിനായുള്ള ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അതാണ് ഒരു റോഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് അവസാനിക്കുമെന്നാണ് ആ നാട്ടുകാർ ചോദിക്കുന്നത്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ പരിശോധിക്കാം. 2 കലങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പിന്നെ പിള്ളേർ ഈ റോട്ടിൽ കൂടെ നടന്നപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. ഞങ്ങൾക്ക് എന്തായാലും ഒരു റോഡ് നിർബന്ധമാണ്. കുട്ടികൾക്കും ബുദ്ധിമുട്ട്, രോഗികൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ അപേക്ഷ കൊടുത്തു. അപേക്ഷ പരിഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആകെ പറയാനുള്ള എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു റോഡ് കിട്ടിയാൽ വളരെ വളരെ ഉപകാരമായിരുന്നു. 8:15 ഇവിടുന്ന് ജീപ്പ് മേലെ റോട്ടിലേക്ക് വരുന്നത്. ആ വണ്ടി ഒരു ദിവസം പിള്ളേർക്ക് കിട്ടുന്നില്ല. ഈ കയറ്റം കയറി പിള്ളേർ അത്ര രാവിലെ തണുപ്പത്ത് കയറി പോകണ്ടേ. ഒരു ദിവസം വണ്ടി കിട്ടുന്നില്ല പിള്ളേർക്ക്. പകുതി പിള്ളേർ തിരിച്ചു വരുമോ, ജീപ്പ് അതിൻ്റെ പാട്ടിന് പോകും. മഴയായി കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പറ്റില്ല. ഇതിൽ ചാടി കയറി അപ്പുറത്തേക്ക് പോകണം. ഞാൻ പഠിക്കാൻ പോയ സമയം തൊട്ടേ ഞാൻ ഇതിൽ കൂടെ നടന്നാ പോകുന്നത്. റോഡും ഇല്ല, വെള്ളവും ഇല്ല. കുന്ന് കയറി വേണം സ്കൂളിലേക്ക് പോകാൻ. അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു റോഡ് വേണം. കുട്ടികളും പിന്നെ മുതിർന്നവരും പിന്നെ രോഗികൾക്കൊക്കെ ഇതിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു റോഡ് വേണം.